ഇന്ന് നമുക്കൊരു ഹാഫ് മൂൺ ചെയ്താലോ? ഇത് ഹാഫ് മൂൺ തന്നെയാണല്ലോ അല്ലേ? ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാട്ടോ. എപ്പോഴത്തേയും പോലെ അല്ലേ, ഇത് ശരിക്കും എളുപ്പമാണ്. എൻ്റെ വീട്ടിൽ വന്നിപ്പോൾ ബേസ് ബോർഡൊന്നും കിട്ടാനില്ല. ഞാൻ എല്ലാം ഇങ്ങനെ മുറിച്ച് കളഞ്ഞ്. ഈ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ ഞാൻ കോമ്പസിനോടുള്ള ഇതൊക്കെ കളഞ്ഞതാണ്. പിന്നെ ഞാനിപ്പോൾ ഈ ആവശ്യത്തിന് എവിടെ നിന്നൊക്കെയോ തപ്പിപ്പിടിച്ചുകൊണ്ട് വന്നേ കേട്ടോ. ആദ്യം വരച്ച സർക്കിൾ ഭയങ്കര ചെറുതായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ തിരിച്ച് വേറെ കുറച്ചുകൂടെ വലുതാക്കി വരച്ചേ. ഇതാണ് എനിക്ക് ഏറ്റവും ടഫായിട്ട് തോന്നുന്നത്. എനിക്ക് ഈ ഹാഫ് ഇങ്ങനെ എടുത്തിട്ട് ഒരു തൃപ്തി വരുന്നില്ലായിരുന്നു. കുറേ മാറിയും മറിച്ചൊക്കെ വരച്ചപ്പോഴാണ് എനിക്കൊന്ന് ഓക്കെ ആയി വന്നത്. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഏത് കളറിൻ്റെ മൂന്ന് കൊടുക്കണം എന്നായിരുന്നു എനിക്ക് കൺഫ്യൂഷൻ. യെല്ലോ ഞാൻ ഫിക്സ് ചെയ്തതാണ്, പക്ഷെ പിന്നെയാണ് ഈ കളർ പേപ്പേഴ്സ് ഞാൻ കണ്ടത്. അപ്പം ഞാൻ ഓർത്തു കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളർ കൊടുക്കാമെന്ന്. ബ്ലൂ ഞാൻ സെലക്ട് ചെയ്തെങ്കിലും ഞാൻ പിന്നീട് അത് വയലറ്റാക്കി മാറ്റി. ഇത് വയലറ്റ് അല്ലേ? അതെ. പക്ഷേ ഫോണിൽ കുറച്ചും കൂടെ വേറൊരു കളറായിട്ടാണ് കാണിക്കുന്നത്. ശരിക്കും വേറൊരു കളറാണ് കാണുമ്പോൾ. ആദ്യം ഇത് ഒട്ടിച്ചിട്ട് ബാക്കി പേപ്പർ കട്ട് ചെയ്ത് കളയാം, അല്ലെ പുറകോട്ട് വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പുറകോട്ട് വെച്ചിട്ട് അത് ശരിയാവാത്തതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു. ആദ്യം എഴുതിയത് ഓക്കെ ആയിട്ട് വന്നതാണ്. അപ്പം എനിക്ക് കുറച്ചും കൂടെ വലുതാക്കി എഴുതണം തോന്നി. ഞാൻ പിന്നെ എഴുതിയാണ്. ഇപ്പം എൻ്റെ ഒന്നും കാണാനില്ല. എന്തായാലും ഓക്കെ ആയിട്ട് വന്നു. ഇതെൻ്റെ പിക്സൽ ആർട്ട്. അപ്പോൾ